ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് 2 എന്ന പേപ്പറിലെ യൂണിറ്റ് 3 ആണ്. സോ യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. സോ ഓവർവ്യൂ ഓഫ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, HIS, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഒരു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ടു ഹാൻഡിൽ പേഷ്യൻ്റ് ആൻഡ് മൾട്ടിറ്റ്യൂഡ് ഓഫ് അതർ ഡീറ്റെയിൽസ്. ഒരു പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. സോ ഈ സിസ്റ്റത്തിൽ നമുക്ക് സൈമൾട്ടേനിയസ്ലി യൂസേഴ്സിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പേഷ്യൻ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സും, ചെക്ക് ഇൻ ആയിക്കോട്ടെ, ചെക്ക് ഔട്ട് ആയിക്കോട്ടെ, മീൻസ് അഡ്മിഷൻ ആയിക്കോട്ടെ, ഡിസ്ചാർജ് ആയിക്കോട്ടെ, പേഷ്യൻസ് എന്ന് മുതൽ എന്ന് വരെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത്, എല്ലാ ഡാറ്റാസും നമുക്ക് HISൽ നിന്ന് ലഭിക്കുന്നതാണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റർപ്രൈസസിന് വൈഡ് ടൂളാണ്. കാരണം നമ്പർ ഓഫ് മൊഡ്യൂൾസ് നമുക്ക് അതിൽ മേഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മൊഡ്യൂൾസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഡാറ്റാസ് ഓർഗനൈസ് ചെയ്യാനും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്തൊക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്? ഫങ്ഷൻസ് ഓഫ് HI ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്. നമ്മൾ HISനെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ക്ലിനിക്കൽ സർവീസ്, സപ്പോർട്ട് സർവീസ് ആൻഡ് ബാക്ക് ഓഫീസ് സർവീസ്. സോ ക്ലിനിക്കൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ, ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി, ലാബ്, സെൻട്രൽ സ്റ്റെറിൽ ഡിപ്പാർട്ട്മെൻറ്റ്, CSST ഡിപ്പാർട്ട്മെൻറ്റ്, ബ്ലഡ് ബാങ്ക്, ഡയറ്റ് ആൻഡ് കിച്ചൺ, പേഷ്യൻ്റ് ബില്ലിങ്, ഡ്യൂട്ടി റോസ്റ്റേഴ്സ്, അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ, ഇതെല്ലാം വരുന്നത് ക്ലിനിക്കൽ സർവീസിലാണ്. ഇനി സപ്പോർട്ട് സർവീസിൽ വരുന്നത് ട്രാൻസ്പോർട്ട്, സെക്യൂരിറ്റി, സാനിറ്റേഷൻ, പിന്നെ ലോണ്ട്രി, ഇതെല്ലാം വരുന്നത് സപ്പോർട്ട് സർവീസസിലാണ്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോണിറ്ററിങ് ടേംസും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കമ്പ്യൂട്ടർ ഫോർ സൈക്കോളജിക്കൽ മോണിറ്ററിങ് ഇൻ ടു ICUവിൽ. അങ്ങനെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ICU മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഷുബിൻ ആൻഡ് വിൽ 1966 ലോസ് ഏഞ്ചൽസിൽ നമ്മൾ എന്താണ്, പിന്നെ വാർണർ ആൻഡ് കൊളീഗ്സ് 1968 സോൾട്ട് ലേക്ക് സിറ്റിയിലും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സൊക്കെ കുറേ മോണിറ്ററിങ് ടെക്നിക്സുകൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോണിറ്ററിങ് ടീംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റാസിൻ്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് ഡിറൈവ്ഡ് വേരിയബിൾസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരില്ല. പിന്നെ പേഷ്യൻ്റ് കെയർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും, ടു അലോ ഡിസ്പ്ലേ ഓൺ ടൈം ട്രെൻഡ് പേഷ്യൻ്റ് ഡാറ്റാസ് നമുക്ക് കറക്റ്റ് ടൈമിൽ ഡിസ്പ്ലേ ചെയ്യാനും, കമ്പ്യൂട്ടർ എയ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യാനും, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഇങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് മോണിറ്ററിങ് ടീംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എൻഡ് ഓഫ് ദിസ് ടീം നമുക്ക് ഡെവലപ്പ് ചെയ്ത കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എന്തിനു വേണ്ടി? കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് കുറേ അപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ലാർജ് കമ്പ്യൂട്ടർ റൂമിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാഫ്സിൻ്റെ ആവശ്യത്തിൽ 24 hours പെർ ഡേയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്കുണ്ട്. സോ അത് റിസർച്ചേഴ്സ് എല്ലാം നമ്മൾ എന്താണ് സ്പെസിഫിക് ചാലഞ്ചസ് പേഷ്യൻ്റ് മോണിറ്ററിങ്ങിന് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കോട്സ് ആൻഡ് അസോസിയേറ്റ് 1972 സെൻറ്റ് ലൂയിസ് ഡെവലപ്ഡ് അൽഗോരിതം ടു അനലൈസ് ECG, നമ്മുടെ ഹാർട്ട് റിതംസ് റിയൽ ടൈമിൽ റെക്കോർഡ് ചെയ്യാനുള്ള അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്തു. സോ പിന്നെ അതിനുശേഷം നമുക്ക് എന്താണ് ഇൻസ്റ്റാൾഡ് ആയിട്ട് കൊറോണറി കെയർ യൂണിറ്റ്സ് ബെറിൻസ് ഹോസ്പിറ്റൽ 1969 റിലേറ്റീവ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എല്ലാം അവർ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്സുകളെല്ലാം അല്ലെങ്കിൽ അതുപോലെ തന്നെ അതർ അഡ്വാൻസ്ഡ് അലൗഡ് കമ്പ്യൂട്ടർ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രമാറ്റിക്കലി അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹാർഡ്വെയർസ് സ്മോളറും മോർ റീലബിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ഹാർഡ്വെയർസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സോഫ്റ്റ്വെയർ ടൂൾസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് സിമ്പിൾ ആൻഡ് പ്രോസസ്സിങ് കീവേഴ്സ് എല്ലാം കൊടുത്ത് ഡിജിറ്റൽ സിഗ്നൽസ് ഒക്കെ വഴിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. മോണിറ്ററിങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാർജ് സെൻട്രൽ കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ പോസിബിളായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
സോ ആസ് എ കമ്പ്യൂട്ടർ ടെക്നോളജി അഡ്വാൻസ് ആയി നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും കമ്പ്യൂട്ടർ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുണ്ട്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് മോണിറ്ററിംഗ് ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്. സോ ആദ്യത്തെ ഡെവലപ്പേഴ്സ് എല്ലാം സ്പെൻഡ് ചെയ്തത് മേജർ പാർട്ടും എന്താണ്, ഡിറൈവിങ് ഡാറ്റ ഫ്രം അനലോഗ് സൈക്കോളജിക്കൽ സൈനുകൾ യൂസ് ചെയ്തിട്ട് അനലോഗ് ഡാറ്റാസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ പേഷ്യൻ്റ് മോണിറ്ററിംഗ് സിസ്റ്റം 591 ഡാറ്റ സ്റ്റോറേജും ഡിസിഷൻ മേക്കിംഗ് കപ്പാബിലിറ്റിയോടുകൂടി ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരാണ് ചെയ്തത്. ദർഫോർ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് പേഷ്യൻ്റ് മോണിറ്ററിങ് ലേറ്റ് 1960s അതുപോലെ തന്നെ ഏർലി 1970s നമ്മൾ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. സോ സിസ്റ്റത്തിൽ ഡാറ്റാബേസ് ഫങ്ഷൻസ് ആണ്, അതുപോലെ തന്നെ റിപ്പോർട്ട് ജനറേഷൻ സിസ്റ്റം, ചില ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റീസ്. സോ ഇതിനൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് പേഷ്യൻ്റ് മോണിറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഡാറ്റ അക്വിസിഷൻ ആണ് നടക്കുന്നത്. സിഗ്നൽ പ്രോസസ്സിങ്സ് വഴി നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യാണ്, സൈക്കോളജിക്കൽ ഡാറ്റാസ് പ്രോസസ്സ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്തിരുന്നത്. പിന്നെ ബയോളജിക്കൽ സിഗ്നൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി ഇലക്ട്രോണിക്കൽ ഫോമിൽ നമുക്ക് കറണ്ട് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, ഹാർട്ടിൻ്റെ റിതംസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും ആസ് ECG എന്ന് പറയുന്നത് വോൾട്ടേജ് സിഗ്നൽസ് ഡിറൈവ് ചെയ്തിട്ട് ഇലക്ട്രോഡ്സ് വഴി നമ്മുടെ ബോഡിയിലെ സർഫസിൽ ഒരു ചെറിയ ഫ്യൂ മില്ലി വോൾട്ട്സ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ റിതംസ് കളക്ട് ചെയ്യുന്നത്. സോ ECG സിഗ്നൽസ് എന്ന് പറയുന്നത് ആംപ്ലിഫൈ ചെയ്യുന്നത് സഫിഷ്യൻറ്റ് ഫോർ കൺവെർഷൻ ഓഫ് ഡിജിറ്റൽ ഡാറ്റ യൂസിങ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ADCയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് മോണിറ്റർ ചെയ്യാനും, അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് പവർ, മെമ്മറി പവർ എല്ലാം നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് പോയിന്റേഴ്സ് വഴി കൂട്ടാൻ വേണ്ടി പറ്റും. മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എബിലിറ്റിയിൽ നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ വാം ഫോം അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ്, ഇപ്പോൾ ECGയുടെ റിസൾട്ട്സ്, സൈക്കോളജിക്കൽ സിഗ്നൽ ഫീച്ചേഴ്സ് എക്സ്റ്റൻഷൻസ്, മോഡേൺ മൈക്രോ, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മോഡേൺ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ECG ചാനൽസും പാറ്റേൺ റീകൺസൺ സ്കീംസ് വഴിയാണ്. സോ നമുക്ക് അബ്നോർമൽ വേവ് ഫോംസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ECG നിന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സിഗ്നൽ ക്വാളിറ്റി, മൾട്ടിപ്പിൾ ECG ലെറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് മോണിറ്ററിങ്ങും ഇൻ്റർഫേസിങ്ങും എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സൈക്കോളജിക്കൽ സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കൺവേർട്ടിംഗ് ടേംസ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോംസ് ഏലി നമുക്ക് ഒരു സൈക്കിൾ ബൈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഡിജിറ്റൽ ഫിസിയോളജിക്കൽ വേവ് ഫോംസ് എന്ന് പറയുമ്പോഴത്തേനും ഈസിയർ ആണ്, കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ റിട്ടെയിൻ ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഡിഗ്നിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വാരിയബിൾസ് മെഷർ ചെയ്തിട്ട്, ഇപ്പോൾ ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ക്യാൻ ബി കറക്റ്റായിട്ട് ഗ്രാഫ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് ത്രെറ്റനിങ് ട്രെൻഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അലറാം ഫോംസ്, സോ ബിസൈഡ് ദ മോണിറ്റേഴ്സ് നമുക്ക് എന്താണ് സ്മാർട്ടറായിട്ട് അല്ലെങ്കിൽ ഫെയിൽസ് അലറാംസ് ഫ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ECGയിൽ തന്നെ ഈ ബോത്ത് സിഗ്നൽസ് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കാഡിയ അല്ലെങ്കിൽ ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ അലറാംസിൻ്റെ